ഒരുപാട് അനുഭവങ്ങൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുകയോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ തന്നെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോവുകയോ ചെയ്യുന്ന പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മുൻപ് നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ അന്യനെ പോലെ കഴിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. നമ്മൾ പലപ്പോഴും നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചും നേരത്തെ പറയാറില്ല. നമ്മൾ തീരുമാനിക്കും, അത് നടപ്പിലാക്കും. നോ എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കഴിയുന്നതോടുകൂടെ ആ വീടുകളിൽ യുദ്ധം ആരംഭിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന പലതും നമ്മുടെ മാതാപിതാക്കൾക്ക് ശരിയല്ല എന്നുള്ളതാണ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ ജീവിച്ച് വളർന്നവരാണ്. ഒരുപാട് അനുഭവ സമ്പത്തുകളുള്ളതാണ്. നമുക്കുള്ളതിനേക്കാൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ചതിക്കുഴികളൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നതിനെ അവർ നോ എന്ന് പലപ്പോഴും പറയാറില്ല. അത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ചതിക്കുഴിയിൽ വീണു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നേരത്തെ അറിയിക്കുന്ന പതിവ് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച് ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷവും നമ്മുടെ വീടുകളിൽ നിന്ന് പറയാറില്ല. അങ്ങനെ എന്തെല്ലാം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടോ